മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. അതുകൊണ്ട് ഒരു മഖ്ലൂഖിനും ആ വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ക്യാൻസർ വേണമെന്നില്ല, ട്യൂമർ വേണമെന്നില്ല, കിഡ്നി തകരണമെന്നില്ല, പ്രഷറോ ഷുഗറോ തലവേദനയോ മുട്ടുവേദനയോ നടുവേദനയോ ഒരു വേദനയും വേണമെന്നില്ല. പടച്ചവനെ, മലക്കുൽ മൗത്ത് വന്ന് വിളിച്ചു കഴിഞ്ഞോ പോകാതിരിക്കാൻ കഴിയുമോ? എത്ര വിളിച്ചു കൂവിയാലും പോയല്ലേ പറ്റൂ. അതുകൊണ്ട് സഹോദരാ, ദുനിയാവിൽ ജീവിക്കുമ്പോ നീ വിചാരിക്കും നീ വല്ലാത്ത ഭാഗ്യവാനാണെന്ന്. നിനക്ക് പണമുണ്ട്, വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, കൂടപ്പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. നീ വിജയാണ്, വലിയവനാണെന്ന് പറയാ. നിന്റെ മുന്നിലും പുറകിലും ആൾക്കാരുണ്ട്. എങ്കിലൊരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയുമോ? ഒരു മനുഷ്യന് വിജയിക്കുന്നത് എപ്പോഴെന്നറിയുമോ? വയലു പറയുന്നതിന് മുമ്പ് എന്നെ വിളിച്ച മനുഷ്യൻ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവേ, എന്തെല്ലാമാണ് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, സിറാജാകുന്നത് എപ്പോഴെന്നറിയുമോ? അല്ലാഹുവേ, ഞാൻ വിജയിക്കുന്നത് എപ്പോഴെന്നറിയുമോ? ഞാൻ എപ്പോഴാണ് വിജയിയാകുന്നത്? വയലു കേൾക്കാൻ ആള് കൂടുമ്പോഴല്ല, ഒരുപാട് പൈസ കിട്ടുമ്പോഴല്ല, എന്റെ കൂടെ നടക്കാൻ ആളുണ്ടാകുമ്പോഴല്ല. എപ്പോഴാണ് ഞാൻ യഥാർത്ഥ വിജയിയാകുന്നതെന്നറിയുമോ? എപ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നതെന്നറിയുമോ? ആരാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കേണ്ടവരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും മറന്നുകൊണ്ട് ചിരിച്ചു കളിച്ചുകൊണ്ട് ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ, കൂടപ്പുറപ്പുകളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ ചിരിക്കുന്ന മുഖത്തോടെ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ചിട്ട് ദുനിയാവിന്റെ നെഞ്ചിന്റെ മുകളിലൂടെ അഹങ്കാരികളെ പോലെ, ധിക്കാരികളെ പോലെ മതിമറന്ന് ചിരിച്ചു കളിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, മോനെ, മരണത്തെക്കുറിച്ച് എന്തേടാ ഓർക്കാത്തത്? എത്ര പേരുടെ ജനാസ കണ്ടവനാണ്, എത്ര പേര് കൊണ്ടുപോയി കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട്. എടാ, നിന്നെ പോലെ ഒരു പച്ചയായ മനുഷ്യനായിരുന്നല്ലോ, മരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന മനുഷ്യനാണല്ലോ. ആ മനുഷ്യന്റെ ജനാസ കൊണ്ടുപോയി പച്ചമണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പിടിമണ്ണ് വാരി എറിയുമ്പോഴെങ്കിലും നീയും ഒരു ദിവസം ഇതുപോലെ പോകേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലാതെ പോയല്ലോ. എല്ലാവരും എവിടെ നോക്കിയാലും ശരിയാണ്, എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാണ്. കുല്ലും ബ്രിഇൻമോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ ശിറാകി നഅലിഹി. ഒരുപാട് ചിരിക്കുന്ന ചെറുപ്പക്കാരാ, ഒരുപാട് ആസ്വദിക്കുന്ന പെങ്ങള്, ഫേസ്ബുക്കിൽ കയറിയിട്ട് ലൈവിടുന്ന പെങ്ങള്, ചിരിച്ചു കളിച്ച് മതിമറന്ന് നടക്കുന്ന യുവത്വേ, കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ ഇടക്കിടക്കുന്ന നോക്കടാ പൊന്നുമോര്. പെങ്ങളെ, കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ഭാരം നിന്റെ കാലിന്റെ തുലിയോട് എത്ര അടുത്തു കിടക്കുന്നു. അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. വരുമെന്ന് ഉറപ്പാണല്ലോ. ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പാട്. കണ്ടുപിടിയനും അറിയാം, വ്യഭിചരിക്കുന്നവനും അറിയാം, കാഫിരീങ്ങൾക്കും അറിയാം, ദൈവമില്ലെന്നവർ പറയുന്നവർക്കും അറിയാം. ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണെന്ന്. കാരണം ഒരു മനുഷ്യനും ആ വിഷയത്തിൽ സംശയമില്ല. കാരണം മരിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹുവാ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. അതുകൊണ്ട് ഒരു മഖ്ലൂഖിനും ആ വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ക്യാൻസർ വേണമെന്നില്ല, ട്യൂമർ വേണമെന്നില്ല, കിഡ്നി തകരണമെന്നില്ല, പ്രഷറോ ഷുഗറോ തലവേദനയോ മുട്ടുവേദനയോ നടുവേദനയോ ഒരു വേദനയും വേണമെന്നില്ല. പടച്ചവനെ, മലക്കുൽ മൗത്ത് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ
പോകാതിരിക്കാൻ കഴിയുമോ? എത്ര വിളിച്ചു പോവിയാലും പോയല്ലേ പറ്റൂ. അതുകൊണ്ട് സഹോദരാ, ദുനിയാവിൽ ജീവിക്കുമ്പോ നീ വിചാരിക്കും നീ വല്ലാത്ത ഭാഗ്യവാനാണെന്ന്. നിനക്ക് പണമുണ്ട്, വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, കൂടപ്പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. നീ വിജയാണ്, വലിയവനാണെന്ന് പറയാ. നിന്റെ മുന്നിലും പുറകിലും ആൾക്കാരുണ്ട്. എങ്കിലൊരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയുമോ? ഒരു മനുഷ്യന് വിജയിക്കുന്നത് എപ്പോഴെന്നറിയുമോ? വയലു പറയുന്നതിന് മുമ്പ് എന്നെ വിളിച്ച മനുഷ്യൻ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവേ, എന്തെല്ലാമാണ് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, സിറാജാകുന്നത് എപ്പോഴെന്നറിയുമോ? അല്ലാഹുവേ, ഞാൻ വിജയിക്കുന്നത് എപ്പോഴെന്നറിയുമോ? ഞാൻ എപ്പോഴാണ് വിജയിയാകുന്നത്? വയല് കേൾക്കാൻ ആള് കൂടുമ്പോഴല്ല, ഒരുപാട് പൈസ കിട്ടുമ്പോഴല്ല, എന്റെ കൂടെ നടക്കാൻ ആളുണ്ടാകുമ്പോഴല്ല. എപ്പോഴാണ് ഞാൻ യഥാർത്ഥ വിജയിയാകുന്നതെന്നറിയുമോ? എപ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നതെന്നറിയോ? ആ പരീക്ഷയിൽ ജയിക്കാനാ പരിശ്രമിക്കേണ്ടത്. ആ പരീക്ഷയിൽ വിജയിക്കുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന വിജയിയാരാ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുബ്സിക അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ആരാ? ഖബറിനകത്ത് പരലോകത്ത് നാളെ സിറാത്ത് കടന്ന് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിന്റെ അകത്തേക്ക് രണ്ട് കാല് കുത്തുന്ന മനുഷ്യനുണ്ടല്ലോ. അവനാണ് യഥാർത്ഥ വിജയം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നമ്മളെല്ലാവരും ജയിക്കേണ്ടത് എവിടെയെന്നറിയുമോ? നമ്മൾ എപ്പോഴാണ് വിജയിക്കേണ്ടതെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. പടച്ചവനെ, നമ്മുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുമല്ലോ. കൂടെ നിൽക്കുന്നവര് കണ്ടില്ലെങ്കിലും ഞാനും നിങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് അല്ലാഹു പറഞ്ഞത്. ഓരോ മനുഷ്യന്മാരെങ്ങും കാണേണ്ടവരാണല്ലോ. ഫകശഫിനാ അൻക ഇതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ആ കാഴ്ച ഞാനും നിങ്ങളും കാണേണ്ടവരാണ്. അല്ലാഹു അന്ന് നമ്മുടെ കണ്ണങ്ങ് തുറന്നു തരികയാണ്. ആകാശത്ത് നിന്ന് പടച്ചവനെ 70,000 വരുന്ന മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് മുന്നിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പിടഞ്ഞു വീഴു പോകുമടാ പൊന്നുമോനെ. മിണ്ടാതെ കടന്നു കിടക്കണമടാ. അതാ കാണേണ്ട താമസം മിണ്ടാതെ കിടക്കുകയാണ്. റൂഹ് കിടന്ന് ഓടുകയാണ്. പിടികൊടുക്കാതെ നമ്മുടെ ആത്മാവ് കിടന്ന് നെട്ടോട്ടമോടുമ്പോ ചുറ്റുഭാഗത്ത് നിന്നിട്ട് മലക്ക് ചോദിക്കുന്നതെന്തെന്നറിയുമോ? മലക്ക് പറഞ്ഞു തരുന്നതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ. ചുറ്റുഭാഗത്ത് നിന്നിട്ട് മലക്കുകൾ പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാക വമന്ന അന്നഹുൽ ഫിറാഖ വൽതഫതി സാഖു ബിസാഖ ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ. ചുറ്റുഭാഗത്ത് നിന്നിട്ട് മലക്ക് പറയുകയാ, വിളിക്കടാ, കൊണ്ടുപോകാമെന്നതോ, നിന്നെ റൂഹ് പിടിക്കാമെന്നതോ, ആരെ വേണമെങ്കിലും വിളിക്കടോ. ഒരുപാട് സിനിമാ താരങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവനല്ലോ, സീരിയൽ നടിമാരെ സ്നേഹിച്ചവനല്ലോ, ഫേസ്ബുക്കിലൂടെ ലൈക്ക് തണ്ടിവനല്ലോ. വിളിക്കടാ, ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകാമെന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളെ ചുറ്റുഭാഗത്ത് നിന്ന് പറയുകയോ. അവസാന കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിച്ചു. ഒരു വിഭാഗം മുട്ടുവരെ എത്തിച്ചു, രണ്ടാമത്തെ വിഭാഗം അരവരെ എത്തിച്ചു, മൂന്നാമത്തെ വിഭാഗം വയറുവരെ എത്തിച്ചു, നാലാമത്തെ വിഭാഗം തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് റൂഹം എത്തിച്ചു കഴിയുമ്പോ എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്നിട്ട് കയ്യങ്കാലം പിടിച്ചു വെക്കുകയാ.
അല്ലാഹുവേ ആ സമയത്ത് തലയുടെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുൽ മൗത്ത് അതാ മലക്കുൽ മൗത്ത് തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹിങ്ങനെ വലിച്ചെടുക്കുമ്പോ വിജയിക്കേണ്ടതപ്പടാ വാപ്പാ, മോളെ വിജയിക്കേണ്ടതപ്പടാടി. ഏത് പരീക്ഷയിലാണ് വിജയിക്കേണ്ടതെന്നറിയുമോ? ജീവിതത്തിൽ ലക്ഷക്കണക്കിന് പ്രാവശ്യം പറഞ്ഞ ഓരോ വകുപ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവര് ദിക്റുണ്ടല്ലോ, ആ പറയുന്ന ദിക്റ് ജീവിതത്തിൽ ഒരുപാട് കൊല്ലക്കണക്കിന് പ്രാവശ്യം പറഞ്ഞു പഠിച്ചതല്ലേ. ആ പറഞ്ഞു പഠിച്ച ദിക്റ് മരിക്കുന്ന സമയത്ത് ആ തൊണ്ടക്കൊടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട്, അല്ലാഹു തന്ന നാവ് കൊണ്ട് ഒരേ ഒരു പ്രാവശ്യം നിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടങ്ങ് മരിക്കാൻ കഴിഞ്ഞ നീയാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ, നീയാണ് പെണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയി. നിന്റെ സ്ഥാനം എവിടെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലാ. പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ.